ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്തെടുക്കുന്നു? മഴയൊക്കെ അത് എന്ത് ചെയ്യാനല്ല, എല്ലാവരും ഇങ്ങനെ വീടിനുള്ളിൽ തന്നെ ആയിരിക്കും. ഞങ്ങളും കുറെ ദിവസമായി പുറത്തൊക്കെ പോയിട്ട്. അപ്പൊ അതിനിടയ്ക്കാണെങ്കിൽ പിള്ളേർക്കൊക്കെ ചെറുതായിട്ട് പനിയും ജലദോഷവും ചുമയും ഒക്കെ പിടിച്ചാൽ, അപ്പൊ ജുവാനെ നിന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയത്. കാരണം ജലദോഷം പനിയൊക്കെ ഇനി കൂടാൻ വേണ്ടി വെച്ചോണ്ടിരുന്നാല് എന്താ പറയണ്ടത്, നല്ലോണം അങ്ങോട്ട് കൂടുകയും ചെയ്യും. പിന്നെ മരുന്നൊക്കെ ആയാലും കുറെ നാൾ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങ് കാണിക്കുവാണെങ്കിൽ വേഗം തന്നെ അസുഖമൊക്കെ അങ്ങ് പോയിക്കോളും എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള സഹകരണ ആശുപത്രിയിലാണ് കാണിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും എന്താവശ്യത്തിന് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ കാണിക്കാനാണെങ്കിലും പിള്ളേരെ കാണിക്കാനും ചേട്ടനെ കാണിക്കാനാണെങ്കിലും ഒക്കെ ഇവിടെ കേട്ടോ. നല്ലൊരു ഹോസ്പിറ്റൽ, എന്താ പറയുക, സഹകരണ ആശുപത്രി എന്നുള്ള പേരിനോട് നീതി പുലർത്തുന്ന ഒരു ഹോസ്പിറ്റൽ, നല്ല സഹകരണമുള്ള ഹോസ്പിറ്റൽ കേട്ടോ. അവിടുത്തെ സ്റ്റാഫ് ആയാലും ഡോക്ടേഴ്സ് ആയാലും ഒക്കെ വളരെ നല്ലൊരു ആശുപത്രി. എനിക്ക് ഞങ്ങൾ ഇവിടെ താമസം വന്നപ്പം തൊട്ടായാലും എന്റെ വീട്ടിൽ നിന്നായാലും ജോഷും ജുവാനെ കൊണ്ടുപോയ സമയത്തൊക്കെ ആയാലും എന്താവശ്യം ഞങ്ങൾ വരുന്ന ഹോസ്പിറ്റലിൽ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ജുവാനെ കാണിച്ചു, മരുന്നൊക്കെ വാങ്ങി, കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ കഴിച്ചാൽ മതി, ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു. കുറഞ്ഞില്ലെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ നേരെ, ഞാൻ പറഞ്ഞ പിന്നെ എന്റെ വീട്ടിൽ പോയേക്കാം. അപ്പൊ അമ്മ വിളിക്കുന്നുണ്ട്, ചക്കയും ചിക്കനും ഉണ്ട്, വരുവാണെങ്കിൽ തരാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ രാവിലോട്ടായി വിളിക്കാൻ തുടങ്ങിയതാ. എന്നാ പിന്നെ നേരെ അവിടെ പോയിട്ട് അതും കൂടി കഴിച്ചിട്ട് തിരിച്ചു വരാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ചേട്ടായി ചായക്ക് പഴംപൊരിയോ എന്തൊക്കെയോ കടികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നത്. അമ്മയുടെ ചായയൊക്കെ വെച്ചോ, ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം വീട്ടിലെത്തി കേട്ടോ. വീട്ടിലോട്ട് ഞങ്ങൾ പോകുന്ന വഴി. അപ്പൊ അവരെല്ലാവരും ഞങ്ങൾ തന്നെ പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. പിള്ളേർക്കാണെങ്കിലും ഭയങ്കര സന്തോഷം. കാരണം കുറെ ദിവസം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോയപ്പോൾ. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു പുതിയ പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പട്ടിക്കുട്ടനുണ്ട്, കുഞ്ഞ. അപ്പൊ അതിനെയൊക്കെ കളിപ്പിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിള്ളേരുടെ പോക്ക്. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും വീട്ടിൽ പോവാ, പെരളത്തിന് പോവാ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ വീട്ടിൽ പോവാൻ വേണ്ടി. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പൊ മഴ ഏകദേശം ഒന്ന് തോർന്നു നിൽക്കുന്ന സമയമാണ്. ഇവിടെ ആയാലും ഇപ്പൊ ഭയങ്കര തണുപ്പൊക്കെ കേട്ടോ. ഫോറസ്റ്റിന്റെ അടുത്ത് നമ്മുടെ വീടിന്റെ രണ്ട് പറമ്പ് അപ്പുറത്ത് ഫോറസ്റ്റ് ആണ്. അപ്പൊ ഭയങ്കര തണുപ്പാവും. ഉച്ചയ്ക്ക് കുറച്ച് സമയം മാത്രമേ ഇച്ചിരി തണുപ്പ് ഇല്ലാത്ത സമയമുള്ളൂ. ബാക്കി ഫുൾ ടൈം നല്ല തണുപ്പാ. ഞാൻ ചെന്നത് ഉള്ളിലേക്കൊന്നും കേറിയില്ല, അല്ലാതെ എനിക്ക് പശുവിനെ കാണുന്നതോടെ ഞാൻ പശുവിനെ കാണാൻ വേണ്ടി പോവാട്ടോ. നമ്മുടെ വീട്ടിൽ പണ്ട് പശു ഉണ്ടായിരുന്നു. ഈ വീടൊന്നുമല്ല, പഴയ വീടായിരിക്കുന്ന സമയത്ത് എത്രയോ വർഷം, എന്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ, ഞാനൊരു 5-ല് 6-ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പശു ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പളാ കേട്ടോ ഇവിടെ. അപ്പൊ അത് കഴിഞ്ഞൊരു പോത്തും കുട്ടനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പഴും ഒരു പശുവിനെ, അത് അനിയത്തി മീൻസ് നാത്തൂന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അങ്ങനെ കാണാൻ നോക്കിയൊക്കെ നല്ല വെള്ള കളറുടെ സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, ഇവന് പുല്ലൊക്കെ എങ്ങനെയാ കൊടുക്കുന്നത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, അച്ഛൻ പുല്ല് എത്തും, അവന് കൊടുക്കും, അവൻ തിന്നും. അവൻ തിന്നു കഴിയുമ്പോ പിന്നെ പുല്ല് എത്തും, കൊടുക്കും, തിന്നും. ഇത് തന്നെ അവന്റെ ജോലി എന്ന് പറഞ്ഞു. പിന്നെ കുറെ പശുക്കളെ കൊടുത്തിന്ന് വന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കരച്ചില്ല. പുള്ളി ഒറ്റയ്ക്കൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ ജുവാന് പശുവിനെ കാണുന്നു പറഞ്ഞിട്ട് പിന്നെ അവനെ എല്ലാം കൊണ്ട് കാണിച്ച് പറക്കി ഞങ്ങളൊന്ന് ചുറ്റി ഉള്ളിലേക്ക് കയറാൻ പോവാ. പശുവിനെ കണ്ടിട്ടാണെങ്കിൽ ജുവാൻ ഒരു രക്ഷയില്ല. ഫുൾ ടൈം ജുവാൻ പശുവിന്റെ പുറകെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കൊതുകൊക്കെ കുത്തൂലെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു അവനെ. അപ്പളെ അമ്മ ഓൾറെഡി ചക്കയും ചിക്കൻ കറിയൊക്കെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ചായക്കാണ് കുടിക്കാനാണ്, നല്ല വെള്ളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓൾറെഡി കടി എന്താ പറയുക, ചായക്കടിയൊക്കെ വാങ്ങിക്കൊണ്ട് പോയത് കൊണ്ട് ചേട്ടൻ എന്തൊക്കെയോ കാര്യമായിട്ട് വാങ്ങി. പഴംപൊരിയോ സുഗീനോ പിന്നെ എന്നാ പത്തിരി ഒക്കെ വാങ്ങി. അപ്പൊ ഇതെല്ലാം തിന്നു കഴിഞ്ഞ് ചക്കയും ചിക്കനും തിന്നാൻ വയറുണ്ടോ? എന്നിട്ട് പിന്നെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ദഹിച്ചിട്ട് കഴിക്കേണ്ടത്. ഞാൻ ഇത്രയും കഴിച്ചു. അതുമല്ല, പത്തിരി കഴിച്ച് ഞങ്ങൾ ഓൾറെഡി ചിക്കൻ കറി കൂട്ടിയിട്ടാ പത്തിരിയും കഴിച്ചത്. അത് അങ്ങനെ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ നല്ല രുചി. പിള്ളേരായാലും വയറ് നിറച്ചും പത്തിരി കഴിച്ചു കേട്ടോ. അതുകൊണ്ട് അവർ ചക്ക കഴിക്കാൻ പോയ പിള്ളേര് കുറച്ചേ കഴിച്ചോളൂ. അങ്ങനെ ഞങ്ങളെല്ലാരും ഒന്നിച്ചിരുന്നിട്ട് കട്ടൻ ചായയും കടികളും ഒക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിള്ളേര് പത്തിരിയും കറിയൊക്കെ കൂട്ടി അവർ രണ്ടുപേരും കൂടി കഴിക്കുന്നത്. ജുവാൻ പിന്നെ അങ്ങനെ കറി എരിവായതുകൊണ്ട് അത്ര മുക്കുന്നില്ല, ഇടയ്ക്കൊന്നും മുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കറിക്കകത്ത്. ഇത് ജോഷുവിന്റെ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങും പശുവിനെ കാണാൻ വേണ്ടിയാ. ജുവാനാണെങ്കിൽ വണ്ടിക്കകത്തുനിന്ന് ചെരുപ്പ് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അവൻ എന്റെ ചെരുപ്പിടിട്ടാ പോകുന്നത്. ഇപ്പൊ അവിടുന്ന് തെന്നി വീഴാൻ വേണ്ടി പോകും. കാരണം ഒന്നാമത് നമ്മുടെ മുറ്റം ഒരു ലെവലല്ല. കാരണം ഇതിന് മുറ്റമൊക്കെ കെട്ടി സെറ്റ് ആക്കണം, അതാ ആക്കിയിട്ടില്ല.
അപ്പം കല്ലും ഇതൊക്കെയല്ലേ. അപ്പൊ ഈ വലിയ ചെരുപ്പ് ഇട്ടിട്ട് അവന് നടക്കാൻ പറ്റുമോ? എന്നിട്ട് അതിന്റെ പുറത്തു കൂടെ ആ ചെരുപ്പ് ഇട്ടിട്ട് ഫുൾ ടൈം എന്റെ ചെരുപ്പ് ഇട്ടിരുന്നു അവൻ ആ വീടിന് ചുറ്റിന് 2-3 പ്രാവശ്യമെങ്കിലും വലം വെച്ചിട്ടുണ്ടാവും പശുവിനെ കാണാൻ വേണ്ടിയുള്ള. അപ്പം ഇവിടെ പശു ഉണ്ട്, അപ്പുറം വശത്ത് പട്ടിനെ കിട്ടിയാക്കുന്ന പോപ്പിനെ. അപ്പം അവനെ ഇവർക്കൊന്ന് നോക്കണം. അതെ, ജോഷു ഓടി വന്നിട്ട് നോക്കുവോ, അമ്മേ പശു എന്തേന്ന് ചോദിച്ചിട്ടാ പിള്ളേർ കാരണം അവരാദ്യമായിട്ടാ പശുവിനെ ഇങ്ങനെ വീട്ടിൽ കാണുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ ചെറുതെ വീട്ടിലൊന്നും പശുവില്ലല്ലോ. അപ്പൊ പിന്നെ അവരോടൊന്നാ പശുവിനെയൊക്കെ കാണാൻ. ഓട്ടം നിപ്പൊക്കെ നോക്ക് രണ്ടുപേരും കൂടി. അപ്പൊ ഞങ്ങളുടെ വീട് ചുറ്റി ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇതിന്റെ പുറകിൽ ഇവനെ വെച്ചിട്ടുണ്ട്, പട്ടിക്കൂട്ടനെ. ഇത് കുഞ്ഞാട്ട്, ഇതിലും പോക്കമൊന്നും വെക്കത്തുന്നില്ല. ഇപ്പൊ അതിനത്ര ഒരു 5-6 മാസം പ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുഞ്ഞു പട്ടിയാന്ന് പറഞ്ഞാൽ അധികം പൊക്കമൊന്നും വെക്കത്തില്ല. അവൻ നല്ല സുഖസുന്ദരമായിട്ട് ആ പുറകുവശത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. ആര് വന്നാലും അവന് പ്രശ്നമില്ല, ആരും പോയാലും അവനൊരു പ്രശ്നമില്ല. അവന് തിന്നണം, ഉറങ്ങണം. പിന്നെ നാത്തൂനുമായിട്ട് ഭയങ്കര കൂട്ടം, അവളുടെ മടിയിൽ കയറിയിരിക്കണം, അത്രയും കൂടെ. അവളെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അമ്മ ഓടിക്കും കേട്ടോ, അമ്മ അടുപ്പിക്കൊന്നുമില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടി, പൂച്ച, പശു, എന്താ പറയുക, എല്ലാ സാധനങ്ങളും, മൃഗങ്ങളെ അവള് ഭയങ്കര ഒരു മൃഗസ്നേഹിയാ. എന്നിട്ട് ഞങ്ങൾ പിന്നെ കഴിച്ചതൊക്കെ ഏകദേശം ദഹിച്ചു കഴിഞ്ഞപ്പോ പിന്നെ വേഗം ചിക്കനൊക്കെ കഴിച്ചേക്കാന്ന് ചോദിച്ചു. കാരണം പിന്നെ തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വരികയും ചെയ്യണം. പിള്ളേരെ പിറ്റേ ദിവസം ജുവാനും വിടുന്നില്ല, അവന് പനിയാ. ജോഷു പനിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നാളെ വേണം ആദ്യമായിട്ടൊന്ന് സ്കൂളിൽ വിടാൻ. അപ്പൊ നേരത്തെ വന്ന് കിടത്തി ഉറക്കിയില്ലെങ്കിൽ പിന്നെ ഇവര് രാവിലെ എണീക്കത്തുമില്ല. അപ്പൊ ഞങ്ങൾ വേഗം ഇത് കഴിച്ചിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. പിള്ളേർക്ക് വേണ്ട. പിന്നെ ജോഷുവിനുള്ളത് ഞങ്ങൾ ഓൾറെഡി പൊതിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് തന്നു. കാരണം അവന് കൊടുക്കാൻ വീട്ടിലെത്തി കഴിയുമ്പോൾ വിശക്കൂന്ന് പറയൂല. അപ്പൊ ഇവിടെയും പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഞങ്ങള് വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ രീതിക്ക് പോയതുകൊണ്ട് ഇവിടെ ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു. അപ്പൊ അവനുള്ളത് ഞങ്ങൾ പൊതിഞ്ഞു കൊടുത്തു. ജുവാൻ കുറച്ച് ചിക്കൻ പൊരിച്ചു തിന്നു. ജുവാന് പനി ആയതുകൊണ്ടാണ് അങ്ങനെ ഭക്ഷണം ഒന്നും വേണ്ട. ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം മൂക്കൊക്കെ നല്ലോണം അടഞ്ഞിരിപ്പുണ്ട്. ഡോക്ടർ പരിശോധിച്ചപ്പോഴായിരുന്നു നല്ല കഫക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതാ. വീഡിയോ എടുത്തിട്ട് കഴിക്കുന്നതിന് എന്നെ അച്ഛൻ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കഴിച്ചിട്ട് നല്ലതാ, അതാ ഞാൻ ചിരിച്ചതിന്റെ അർത്ഥം. നല്ല ചിക്കൻ കറിയും ചക്കയൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ നമ്മുടെ വീട്ടിലെ അമ്മ വെച്ചത് ആ രുചി നമുക്ക് എന്താ പറയണ്ടേ, എപ്പോഴും നമുക്ക് ആ രുചി നമ്മളെ നാക്കിയൊന്നും പോകത്തില്ല അല്ലെ. സ്പെഷ്യൽ രുചി ആയിരിക്കുമല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന. അവിടുന്ന് കഴിക്കുമ്പം എല്ലാ ഭക്ഷണത്തിനും കുറ്റമൊക്കെ പറയെങ്കിലും പ്രത്യേക എന്താ പറഞ്ഞ, എനിക്ക് എവിടെ പോലും എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡായിട്ട് ഇഷ്ടം. കാരണം നമ്മളത് കുഞ്ഞിലെ കഴിച്ച് വളർന്നു വന്നതല്ലേ. അപ്പൊ നമുക്ക് വേറെ ഏതെത്ര ഹോട്ടൽ ഫുഡ് കഴിച്ചാലും നമ്മളാ കഴിച്ച ഫുഡ്, നമ്മുടെ അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുന്ന ഫുഡിന് വേറെ തന്നെ ഒരു രുചിയല്ലേ. അമ്മയുടെ മീൻകറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. മുളകൊക്കെ ഇട്ടിട്ട് അമ്മ മീൻകറിയൊക്കെ വെക്കും. എന്നെ ടേസ്റ്റ് എന്നറിയാം. അതൊക്കെ കൂട്ടി ഒരു പ്ലേറ്റ് ചോറിനാം. ഞങ്ങള് വേഗം ഭക്ഷണവും കഴിച്ച് തിരിച്ചു പോവാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ ഉമ്മ രണ്ടുപേരും വരുന്നില്ല എന്നൊക്കെയാ പറയുന്നത്. ജോഷു ഉടുപ്പൊക്കെ ഊരിട്ട് തിരിച്ചത് എടുത്തിട്ട് പോയില്ല. അതൊന്നും എടുക്കാതെ പുള്ളി ഇങ്ങോട്ടേക്ക് വന്നാക്കുന്നത്. പിന്നെ രണ്ടുപേരെയും എടുത്ത് കയറ്റണം. കാരണം ഇവർക്ക് ജോഷിനോട് വന്നാൽ പിന്നെ തിരിച്ചു വരാൻ മടിയാണ്. മടിയെന്ന് ഒന്ന് അമ്മയുടെ മൊബൈൽ, അമ്മയുടെ സോപ്പ് ഇട്ടിട്ട് അത് ഞെക്കാൻ വേണ്ടി വാങ്ങും. പിന്നെ സ്കൂളിൽ പോകേണ്ട. ഈ 2 ഉദ്ദേശങ്ങളാ പുള്ളിക്കുള്ളത്. അതായത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഇടയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട് ജോഷു. ലാസ്റ്റിന് എല്ലാത്തിനെയും പിടിച്ച് വണ്ടിയിലൊക്കെ കയറ്റി ഇരുത്തി ഞങ്ങള് തിരിച്ചു വന്നു കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയ കമന്റും ഇടണം കേട്ടോ. എന്നാലല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ വരത്തുള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ബൈ.